ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞതിന് ശേഷം ചെന്നു. അവിടെ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്ന വാക്ക് തന്നെ എന്താ? ഫസല്ല സ്വലാത്തഹു അലൽ ജനാസത്തി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് പോലുള്ള ഒരു ദുആ ചെയ്തു. മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, അതാണ് 8 വർഷം എന്ന് പറഞ്ഞത്. ഒരു മയ്യത്തിന്റെ മേലിൽ ഖബറുകൾ ചെന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫി മദ്ഹബിൽ ആ മയ്യത്ത് നുരുപാത്ത കാലത്തോളം നിസ്കരിക്കാം. ചില മദ്ഹബുകളിൽ ഉദാഹരണമായിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങളെ മദ്ഹബ് അനുസരിച്ച് ഒരു മയ്യത്തിന് ഒരാളുടെ ഖബറുകൾ ചെന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂല. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് 3 ദിവസം വരെ നിസ്കരിക്കാം. 3 ദിവസം കഴിഞ്ഞാൽ ഖബറിലെടുത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഫസല്ല ബഅദ 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി ചെന്ന് അവിടെ സ്വലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് മഹാന്മാരാവുന്ന അയിമ്മത്തിൽ നിന്നുള്ള ആരും ആ വാക്കിലേക്ക് അർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പൊ 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്താ? ഫസല്ല സ്വലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്തിനു വേണ്ടിയാ? സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരെ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും, ഉമ്മാനെ സിയാറത്ത് ചെയ്താലും ബാപ്പാനെ സിയാറത്ത് ചെയ്താലും വലിയനെ സിയാറത്ത് ചെയ്താലും നബീനെ സിയാറത്ത് ചെയ്താലും സാധാരണക്കാരനെ ആരെ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെ ആവണമെന്ന് ചോദിച്ചാൽ മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം ആവണം. മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എങ്ങനെ? അതിനെ ദുആ ചെയ്യല്ല വേണ്ടത്. ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം അവിടെ ഫാത്തിഹ ഓതണം. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ തക്ബീർ, ആ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആദ്യം തന്നെ സ്വലാത്ത് അല്ലല്ലേ വേണ്ടത്. നമ്മളൊക്കെ ആദ്യം തന്നെ സ്വലാത്ത് അല്ല ചെല്ലേണ്ടത്. സ്വലാത്തിന്റെ മുമ്പായിട്ട് ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയൽ സുന്നത്താണ്. പിന്നെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അപ്പൊ രണ്ടാമത്തെ തക്ബീറിന് ശേഷം അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചെല്ലണം. മൂന്നാമത്തെ തക്ബീറിന് ശേഷം നാലാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രത്യേകം വേർക്കണം. മറ്റുള്ള അത് കൽപ്പിക്കപ്പെട്ട ദുആകളൊക്കെ ഉണ്ടാവണം. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലാവണം ഖബറുകൾ ചെന്നും കൊണ്ടുള്ളതായ ദുആ, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആവേണ്ടത്. അത് ഫാത്തിഹ ഓതിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ സൂറത്ത് യാസീൻ പോലത്തെ സൂറത്തുകളോതാ. അതല്ലാതെ ഖബറുകളിൽ ഓതൽ സുന്നത്താക്കപ്പെട്ട ഏതെല്ലാം സൂറകളുണ്ടോ ഇതൊക്കെ ഓതണം. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ദ്വാരക്കണത്. ഫാത്തിഹ ഓതുന്നു, അല്ലെങ്കിൽ യാസീൻ ഓതുന്നു, ഇഖ്ലാസ് ഓതുന്നു, മുഅവ്വിദത്തൈൻ ഓതുന്നു. അല്ലെങ്കിൽ മറ്റുള്ള സൂറകൾ അതുപോലെ അവിടെ ഓതൽ സുന്നത്തായ പല സൂറത്തുകളുണ്ട്. ഇന്ന പോലത്തെ പല സൂറത്തുകളുണ്ട്. അങ്ങനത്തെ ആ സൂറത്തുകൾ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ്വാരക്കണം. ആ ദ്വാന്റെ സ്വഭാവം എങ്ങനെ ആവണം? നമ്മൾ ദ്വാ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ അൽഹംദുലില്ലാഹി പറയണം. രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയേണ്ടത്. പിന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് ദ്വാരക്കേണ്ടത്. അപ്പൊ അൽഹംദുലില്ലാ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ പറയണം, പിന്നെ ദുആ ചെയ്യും വേണം. ആ ദുആ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി പോയി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്തു. ഫസല്ലാ സലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള നിസ്കരിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം. ഫസല്ലാ ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് അയിമ്മത്തിൽ നിന്നുള്ള ആരും ഇതിനർത്ഥം പറഞ്ഞിട്ടില്ല.